ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. മിറക്കിൾ മിറർ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലാക്മേയുടെ ഈ ഐലൈനർ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐലൈനർ ലുക്സാണ്. അപ്പോൾ നമുക്ക് കോളേജ്, സ്കൂള്, അതല്ല ഓഫീസിലാണെങ്കിലും വളരെ സട്ടിലായിട്ട് എഴുതുന്ന കുറച്ച് ഐലൈനർ ലുക്സാണ്. അപ്പോൾ ആദ്യത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഔട്ടർ എൻഡിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ചുരുപ്പ് പോലെ വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ മേലെ നിന്ന് നമ്മളിത് ജോയിൻ ചെയ്ത് കൊണ്ടുവരണം. മേളിൽ ഫുള്ളായിട്ട് നമ്മൾ വരയ്ക്കുന്നില്ല, ഒരു 1/4 ഏരിയ വിട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ മേളിൽ നിന്ന് വരച്ച് ജോയിൻ ചെയ്യുക. ചെറിയ ചെറിയ സ്ട്രോക്സ് കൊടുത്ത് വളരെ നേർത്ത രീതിയിലാണ് വരയ്ക്കുന്നത്. കാരണം ഇത് കണ്ണ് എഴുതിയിട്ടില്ല എന്ന് തോന്നുന്ന രീതിയിലത്തെ ഒരു ലുക്കാണ്. അപ്പം നല്ലൊരു കണ്ണിന് നല്ലൊരു ഭംഗി കൊടുക്കാൻ സഹായിക്കുന്നൊരു ക്യൂട്ട് ലുക്കാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക. പതുക്കെ സ്ട്രോക്സ് കൊടുത്ത് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഇനി രണ്ടാമത്തെ ലുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ കണ്ടിന്യൂഷനാണ്. അത്രയും നമ്മൾ വരച്ച് വെച്ചിട്ട് താഴ്ഭാഗം വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് താഴെ ഇങ്ങനെ ഒരു വി പോലെ ഒരു ഫോർമേഷൻ കൊടുക്കുക. കണ്ടോ, അറ്റത്തൂന്ന് പിടിച്ച് കുറച്ചൊന്ന് മാത്രം ഒന്ന് വരച്ചൊരു ചെറുതായിട്ട് ഒരു കുട്ടി വിങ് ഇട്ട് കൊടുക്കുന്ന, ഒരു വാലിട്ട് കൊടുക്കുന്ന പോലെ കൊടുക്കുക. കണ്ടോ, ഇത് കണ്ണ് കുറച്ചൊരു നീണ്ട് ഒരു ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ട്രോക്സ് കൊടുത്ത് വരയ്ക്കുക. കാരണം ഇങ്ങനൊന്ന് പരത്തി ഇങ്ങനെ വിടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു നാച്ചുറൽ ലാഷ് ലൈനുമായിട്ട് അത് അഡ്ജസ്റ്റായിട്ട് ക്യൂട്ടായിട്ടിരിക്കും. ഇതാണ് സെക്കൻഡ് ലുക്ക്. മൂന്നാമത്തെ ലുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്തിട്ട് ഇന്നർ കോർണറിൽ ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. നേരത്തൊരു ലൈൻ, ഈ ഫോക്സി ഐലൈനറൊക്കെ ചെയ്യില്ലേ, അതിൻ്റെ തന്നെ കുട്ടി വെർഷൻ. സോ അത്രയും ഇൻ ഡെപ്തിൽ ചെയ്യാതെ വളരെ ചെറിയ കുട്ടി രീതിയിൽ വരച്ചു പോകുന്നതാണ്. വളരെ നേർത്ത രീതിയിൽ മാത്രം മേളിലൊന്ന് കവർ ചെയ്യുക. ഇതുപോലെ താഴ്ഭാഗത്ത് അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കുക. വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്യാം. ഇനി നാലാമത്തെ ലുക്കിന് നമ്മൾ ഇത്രയും വരച്ച് വന്നിട്ട് താഴ്ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒന്നെങ്കിൽ കാജൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഐലൈനർ വെച്ചിട്ടോ ഇതുപോലെ ഫുൾ ലോവർ വാട്ടർ ലൈൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് അടുത്ത ലുക്ക്. ഇനി അഞ്ചാമത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ കുറച്ച് തിക്കായിട്ട് മേൽഭാഗം ഒന്നുകൂടെ ഒന്ന് കട്ടിക്ക് വരയ്ക്കുകയാണ്. മേൽഭാഗം മാത്രം നല്ല കട്ടിക്ക് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല ബോൾഡായിട്ടുള്ള ഐ മേക്കപ്പ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഈ ലുക്ക്. ആറാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചില്ലേ, ആ വാലിട്ട് എഴുതാതെ വാല് ഇങ്ങനെ നമ്മൾ തുടച്ച് മാറ്റിയിട്ട് ജസ്റ്റ് അങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ബോൾഡാണ് എന്നാൽ തന്നെ ഒരു വിങ് ഇല്ലാത്ത ബോൾഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ കുറച്ച് അത്രയും എക്സ്റ്റെൻഡിൽ നമുക്ക് വിങ് ഇട്ട് എഴുതണ്ട, അല്ലെങ്കിൽ വാലിട്ട് അങ്ങനെ കുറച്ചും കൂടെ ബോൾഡ് ആക്കുന്നില്ല എന്നാണെങ്കിൽ ഇതുപോലെ സോഫ്റ്റായിട്ടും വെക്കാം. ഇനി ഏഴാമത്തെ ലുക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഇന്നർ കോർണറിൽ നിന്ന് തന്നെ വളരെ ലൈറ്റായിട്ട് നേർത്ത രീതിയിൽ ഇങ്ങനെ വരച്ച് പോവുക. കംപ്ലീറ്റ് ചെയ്യുക. ഫുള്ള് അപ്പർ ഏരിയ നന്നായിട്ട് ഇങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഫില്ല് ചെയ്യുക. മേൾ മാത്രമേ എഴുതുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഏഴാമത്തെ ലുക്ക്. എട്ടാമത്തെ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏഴാമത് ചെയ്ത പോലെ തന്നെ വരച്ചിട്ട് ലാസ്റ്റ് വന്നിട്ട് താഴേന്ന് ഒരു വാല് പോലെ വരച്ചിട്ട് മേളത്തെ ലൈനുമായിട്ട് ജോയിൻ ചെയ്യുക. ഒരു കുട്ടി വാല അല്ലെങ്കിൽ വലിയ വാല വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അതിനൊരു ഷാർപ്നെസ് വരുന്നവരെ ചെറിയ ചെറിയ സ്ട്രോക്സ് കൊടുത്ത് വരച്ചെടുക്കാം. ഈ ഐ പെൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതിലേതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്കെന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ
കുറച്ച് ബോൾഡായിട്ട് കുറച്ച് തിക്കായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതും നല്ലൊരു ക്യൂട്ട് വിങ് ലൈനർ ലുക്ക് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ, പക്ഷേ മേൽഭാഗം കുറച്ചും കൂടെ ഒരു കനം കൂടെ കൊടുക്കുകയാണ്, കുറച്ചും കൂടെ തിക്കായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് തിന്നായിട്ടോ തിക്കായിട്ടോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യണം എന്നാണെങ്കിൽ പോലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. രണ്ടും ഒരു ഡിഫറൻസ് കൊണ്ടുവരും. അടുത്ത ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വരച്ചിട്ട് ഇന്നർ കോർണർ കുറച്ച് ഷാർപ്പാക്കി വരയ്ക്കുകയാണ്. കണ്ടോ, ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഷാർപ്പാക്കി വെക്കുക. എന്നിട്ട് ഉള്ളിലേക്ക്, അതായത് ഇന്നർ കോർണറിലേക്ക് നന്നായിട്ട് കവർ ചെയ്ത് താഴ്ഭാഗവും കവർ ചെയ്യുക. വാട്ടർ ലൈൻ താഴ്ഭാഗവും കവർ ചെയ്യുക. എങ്ങനെ ഇത് പരന്ന് പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇയർബഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സസ് ഉള്ളത് അങ്ങ് പൊക്കോളും. കണ്ടോ, അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് താഴ്ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതൊരു ലുക്കാണ്. അടുത്ത ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ കുറച്ച് തിക്കായിട്ട് ഈ ആൽമണ്ട് ഐസ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് നല്ല ഷേപ്പ് കൊടുക്കും. അങ്ങനെ ഔട്ടർ എൻഡ് മാത്രം കുറച്ച് തിക്കായിട്ട് വരയ്ക്കുക. ഉള്ളിലേക്ക് അത്ര തിക്കാക്കണ്ട. വെളിയിലും ഇന്നർ എൻഡിലും കുറച്ച് തിക്കായിട്ടിരിക്കട്ടെ, നടുക്ക് വളരെ തിന്നായിട്ടിരിക്കട്ടെ. ഇത് നമുക്ക് ഐലൈനർ വെച്ചിട്ട് തിക്കാക്കുമ്പോഴത്തേക്കും നമുക്ക് കണ്ണ് നീറുന്നു, അങ്ങനെ എന്തെങ്കിലും ലൈക്ക് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐലൈനറിന് പകരം ഐലൈനർ പെൻ ഉണ്ടല്ലോ, ഐ പെൻ, അത് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും. ഇങ്ങനെ ചെയ്യാം. ഇതും ഒരു ലുക്കാണ്. അടുത്ത ലുക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്നർ എൻഡും ഔട്ടർ എൻഡും നേരത്തെ തിക്കാക്കിയില്ലേ, അത് തന്നെ നടുക്ക് വരുമ്പോഴും കുറച്ച് തിക്കായിട്ട് അങ്ങ് വരയ്ക്കുക. അപ്പോൾ ഫുള്ളായിട്ടും ആ ഒരു വാട്ടർ ലൈന് തിക്കാണ്. നേരത്തെ ചെയ്ത മാതിരിയല്ല, താഴ്ഭാഗം കുറച്ച് ഫുള്ളി അങ്ങ് തിക്കാക്കി വരയ്ക്കുക. അത് നല്ലൊരു ബോൾഡായി ലുക്കാണ്. സോ അങ്ങനെ വേണേലും ചെയ്യാം. ഇപ്പോൾ കണ്ണ് പെട്ടെന്ന് ഇങ്ങനെ നനഞ്ഞ് അങ്ങനെ കണ്ണീര് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഐലൈനറിന് പകരം ഐ പെൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ലുക്സും നമുക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ടേക്ക് കെയർ, ബൈ.